തങ്ക ചായയിലെ ഇച്ചിരി ഏലക്കയും കൂടെ ഇട്ടോണേ. ഇച്ചിരി പച്ചമുളകൊക്കെ ഇടട്ടെ. ആ എന്നാ പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ഇട്ട് രസമാക്കിയിടും. ഉച്ചയ്ക്കും കൂടെ എടുക്കാം. എന്തായാലും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ കര അടക്കണതിനെ കുറിച്ച് ഓർക്കുള്ളൂ. 3 വർഷത്തെ ഒരുമിച്ച് അങ്ങോട്ട് അടച്ചു. അതല്ലേ ഇനിയിപ്പോ ഒരു പ്രശ്നമില്ല. അപ്പോൾ മറ്റൊന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഞാൻ ആധാരം എഴുതുന്ന ഷാരുടി മാഷോട് പറഞ്ഞിട്ടുണ്ട് എഴുതിയൊക്കെ റെഡിയാക്കാൻ. അപ്പൊ രാവിലെ നേരത്തെ നമ്മൾ രണ്ടാളും കൂടി അങ്ങോട്ട് പോണു. സമയമാകുമ്പോ ഇവിടെ വിളിച്ചാൽ മതി. ഇവിടെ ഒരു ഓട്ടോയിൽ അങ്ങോട്ട് വന്നാൽ മതി. ഒപ്പിടാൻ വന്നാൽ മതിയല്ലോ കേട്ടോ. സന്തോഷമായില്ലേ അപ്പോ? അല്ലടാ പിന്നെ നീ പറഞ്ഞില്ലേ ആ ബാബുകുട്ടന്റെ വീടിന്റെ അടുത്ത് പെൺകുട്ടികളുടെ കാര്യം നാളെ പോവാന്നല്ലേ പറഞ്ഞു. അപ്പൊ ഒരു 10 മണിയാകുമ്പോഴേക്ക് എത്താമെന്ന്. ഞാൻ അത് പറയാൻ വിട്ടുപോയി. ബാബുക്കുട്ടനെ വിളിച്ചിരുന്നു. നാളെ അവർക്ക് കുടുംബത്തിലെന്തോ ചെറിയൊരു കല്യാണം എന്തോ പരിപാടിയുണ്ട്. അപ്പൊ അവർ കാണില്ല. അപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് നമ്മള് എനിക്ക് തോന്നുന്നു എഴുതാൻ പോണില്ലേ, എഴുതാൻ പോണ അന്നത്തേക്ക് നമുക്ക് മാറ്റാമെന്ന്. അല്ലടാ വേണ്ട, എവിടെ കല്യാണം എന്ന് നമുക്ക് ചുടുവിൽ അന്വേഷിച്ചിട്ടേ ആ കുട്ടി അറിയാണ്ട് നമുക്ക് പോയി നിന്നിട്ടൊന്ന് കാണാം അല്ലേ. എന്നാ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നടത്തിയാൽ മതി. ഒരു കല്യാണം ഇവിടെ വെച്ചല്ല, കോട്ടയത്ത് വെച്ചാ. കോട്ടയത്തേക്ക് പോടാ. കോട്ടയം വരെ പോയി അത് അവിടെ ചെന്നിട്ട് കാണാൻ പറ്റില്ല. അത് വേണ്ട, നമുക്ക് സമാധാനമായിട്ട് നമ്മൾ എഴുത്ത് പരിപാടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണല്ലോ. എന്നിട്ട് നമുക്ക് പോയി കാണാം. എവിടെ വന്നോട്ടെ വരണമെങ്കിൽ നാളെ പോകണ്ട. ശരി, അപ്പൊ മറ്റന്നാ അങ്ങനെ പോവാ അല്ലേ? പിന്നല്ലാണ്ട്. ശരി, അവിടെ കണ്ണേരം ഒറ്റയ്ക്ക് ഞാൻ പോയിട്ട്. ഞാനും കൂടി വന്നോട്ടെ ക്ലീറ്റ. എവിടെ? പെണ്ണ് കാണാൻ പോവാൻ. എന്തിനാണ് ക്ലീറ്റ കൊണ്ടുപോകില്ല എന്ന് പറയരുത് പ്ലീസ്. ഏത് പെണ്ണിനെ കാണാൻ? അമ്മാവന്റെ മറ്റേ ബാബുട്ടന്റെ വീടിന്റെ അടുത്തുള്ളതേ. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അതൊക്കെ അവിടെ പെണ്ണുമില്ല, പെടക്കോഴിയില്ല, കിളിയില്ല, ഒന്നുമില്ല. ഏത് പെണ്ണ്? പിന്നെ ഈ മുതുക്കിനെ കെട്ടിക്കാനായിട്ട് നിൽക്കാൻ പോണെന്ന് എനിക്കെന്ത് വട്ടുണ്ടെന്നാ. അത് പറഞ്ഞ വെറുതെ ഒന്നുമല്ല, പറഞ്ഞോട് തന്നെ വേണ്ട. ഇപ്പൊ ഇതായി മറ്റന്നാ എഴുത്തും നടക്കും. നീ അതുവരെ വായ്പ മിണ്ടാതെ നിന്നാ മതി. പൈസ കിട്ടിയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. എന്തൊരു ദുഷ്ടതര ക്ലീറ്റോ ചെയ്യണത്. തങ്കം, നീ വലിയ പുണ്യാളി ചമയരുത്. പുണ്യാളത്തെ ചമയനല്ല ഇതിനെ ഞങ്ങള് പച്ച മലയാളത്തില് കള്ളത്തരം പിടിച്ചു പറയുന്ന പറയും. ആയിക്കോട്ടെ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മര്യാദക്ക് ചോദിച്ചാൽ ആരെങ്കിലും തരുവടി? വേണ്ട, ഇങ്ങനെ മനുഷ്യനെ കൊല ആ ഒരു കമ്പിപ്പാരെടുത്ത മനുഷ്യനെ കൊല്ലും നിങ്ങളെന്നാ. പിന്നെ ഇയാളൊക്കെ ഇതും കെട്ടിപ്പിടിച്ച് അവസാനം കാലകാലം ഞാൻ ചോദിച്ചു, ഇയാളെയൊക്കെ കല്യാണം കഴിപ്പിച്ചാൽ ഈ വീതം നമുക്ക് കിട്ടൂല. അവസാനം ഇതും കൈവിട്ട് പോകും. ഇത് ചുമ്മാ ഇരിക്കും. എനിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റില്ല. ഞാൻ അമ്മാവനോട് പറയും. തങ്കം, അതെ, ഇത് എഴുതി പൈസ മേടിക്കുന്ന വരെ ദൈവം ഇതിന്റെ വായ വെച്ചൊരു മര്യാദ ഇരുന്നോണം. എന്തോ ദ്രോഹം? ഒരു ദ്രോഹമല്ല. പിന്നെ ഈ 70 മക്കത്തിലാണ് ഈ മുതുകിനെ പെണ്ണ് കെട്ടിക്കാൻ പോണത്. ആ മര്യാദയ്ക്ക് നമുക്ക് കാശ് കിട്ടി നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടി വരും. അതിൽ നീ ഒരു വിഷമം വിചാരിക്കണ്ട. എന്തായാലും നിനക്ക് അവകാശപ്പെട്ടത് ഉണ്ടല്ലോ.